എൻ്റെ മകൻ ബാലനെ വെച്ച് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം. ആദ്യം ഡയറക്ടർ മുസ്തഫയെ കണ്ടൊന്ന് സംസാരിക്കണം. ആ ബാല, ഇവിടെ എത്തിയെന്നോ? ആ, ഓക്കെ, ശരി ശരി. ആ, എല്ലാവർക്കും നല്ലത് വരട്ടെ. മോളെ, എന്റെ പേര് വാസുദേവൻ. നാട്ടുകാരെല്ലാരും വാസു എന്ന് വിളിക്കും. ബാലേട്ടൻ പറഞ്ഞിരുന്നു അച്ഛാ. ആ, മോൾ അവിടെ പോയിരിക്കും. യാത്രയൊക്കെ സുഖമായിരുന്നോ മോളെ? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛാ. ട്രെയിൻ അരമണിക്കൂർ താമസിച്ചാണ് കോട്ടയം എത്തുന്നെന്ന് ബാലൻ വിളിച്ചു പറഞ്ഞിരുന്നു. അതെ അച്ഛാ, കൊല്ലം സ്റ്റേഷന്റെ അങ്ങേ ഭാഗത്തും ഇങ്ങേ ഭാഗത്തും ട്രാക്കിൽ കുറച്ച് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. ട്രെയിൻ കുറച്ച് സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്തത്. ദേവിമോൾ കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഫ്ലാഷ് ബാക്ക് ജീവിതം എനിക്ക് ഓർമ്മ വന്നു. അച്ഛന്റെ ഫ്ലാഷ് ബാക്ക് ആണോ? പറയൂ, കേൾക്കട്ടെ. ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം കൊല്ലത്തൈത്തിലാണ് മോളെ. അത് ശരി. എന്നിട്ട് ഞാൻ രാധയെ കല്യാണം കഴിച്ചതും ബാലനെ പ്രസവിച്ചതും ക്യാൻസർ രോഗം വന്ന് രാധ മരിച്ചതും ഐത്തിലാണ് മോളെ. ഷോ, കഷ്ടം തോന്നുന്നു. നടന്നുപോയ സംഭവങ്ങൾ ഓർത്താ അച്ഛൻ സങ്കടം വരും. ഒന്ന് നിർത്തച്ചാ. മാഡത്തിന് നല്ല തലവേന ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ നല്ല ചൂട് ചായ കൊണ്ടുവരാം. താങ്ക് യു ബാലേട്ടാ. വെൽക്കം മാഡം. അച്ഛനെവിടെ ഇരിക്കൂ. വേണ്ട മോളെ, അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ഞാൻ ആരാണെന്നും തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വന്നത് എന്തിനാണെന്നും അച്ഛനെ അറിയാലോ. ബോസിന്റെ ഭാവി മരുമകൾ ദേവി മേഡം ഇന്നിവിടെ എത്തുമെന്ന് ബാലൻ പറഞ്ഞിരുന്നു. അതെ അച്ഛാ, കുമാരങ്കിളിന്റെ മകൻ ഡോക്ടർ രവിക്ക് എന്നെ വിവാഹം ചെയ്തു കൊടുക്കാനാണ്. എല്ലാം നല്ലത് വരട്ടെ. അച്ഛന്റെ ആശീർവാദം എന്നും എനിക്കുണ്ടാവണം. എപ്പോഴും ഉണ്ടാവും മോളെ. എന്റെ ഭാവി മരുമകളെ നല്ല രീതിയിൽ സ്വീകരിച്ച് നല്ല ആഹാരം വെച്ച് വിളമ്പി നല്ല പോലെ നോക്കണമെന്ന് എന്റെ ബോസ് വിളിച്ചു പറഞ്ഞിരുന്നു. ബാലേട്ടന്റെ ബോസിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞേക്കേ. ശരിയാണ് നീ പറഞ്ഞത്. എന്നാൽ ഓക്കെ മാഡം. മാഡത്തിന് മല പോലെ വന്ന തലവേദന മഞ്ഞ് പോലെ അങ്ങ് ഉരുകിപ്പോട്ടെ. മാഡം ചായ കുടിക്കൂ. വൺസ് അഗെയിൻ താങ്ക് യു ബാലേട്ടാ. വൺസ് അഗെയിൻ വെൽക്കം മാഡം. ദേവിമോള് ട്രെയിൻ കയറിയെന്ന് അറിഞ്ഞ ഉടനെ പാചകം ചെയ്യാൻ തുടങ്ങിയതാ. ഓ, അത് ശരി. ഇന്ന് സൺഡേ സ്പെഷ്യൽ വല്ലതും? ഓക്കെ ഉണ്ട് മോളെ, പറഞ്ഞു കൊടുക്ക് ബാല. മാഡം, ചിക്കൻ ഫ്രൈ ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ചെമ്മീൻ കറി ഉണ്ട്, ഫിഷ് കറി ഉണ്ട്, ഒക്കെ ഉണ്ട് മാഡം. എന്താ പോരെ? ഗുഡ്. എനിക്കിഷ്ടപ്പെട്ട NV ഐറ്റംസ്. മാഡം റൂം പോയി റെസ്റ്റ് എടുത്തോളൂ. ഡിന്നറൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ വന്ന് വിളിക്കാം. ഓക്കെ ബാലേട്ടാ, ഞാൻ ആദ്യം പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. ഓക്കെ മാഡം. ആ, പിന്നെ ഭക്ഷണ സാധനം എല്ലാം ഒന്ന് ചൂടാക്കി വെച്ചേ. ഞാൻ കാർ പോർച്ചിൽ വെച്ചിട്ട് മെയിൻ ഗേറ്റ് ലോക്ക് ആക്കിയിട്ട് വരാം. ശരി അച്ഛാ. ഛേ, എത്ര തവണയായി ട്രൈ ചെയ്യുന്നു. റോങ് നമ്പർ എന്നാണല്ലോ പറയുന്നത്. എന്റെ ബോസ് തന്നത് റോങ് നമ്പറാണ് മോളെ. ദേഷ്യം വരിക. ഈ ഫോൺ വലിച്ച് എറിഞ്ഞാൽ. മാഡം ടിഫിൻ കഴിച്ച് ചായ കുടിക്കാതെയാണ് എണീച്ചു വന്നത്. ഡോക്ടർ രവിക്ക് ഒന്ന് ഫോൺ ചെയ്യാമെന്ന് കരുതി തിരക്കിൽ എഴുന്നേറ്റ് വന്നതാ. സോറി ആൻഡ് താങ്ക്സ്. അതെന്താണ് മാഡം ഒരു പുതിയ വാക്ക്? ഒരു സോറി, ഒരു താങ്ക്സ്. ഇങ്ങ് തന്നേക്കു ബാലേട്ടാ, നല്ല തലവേദനയുണ്ട്. ചായ കുടിക്കാതെ എഴുന്നേറ്റ് വന്നതിന് സോറി. ബാലൻ ചായ കൊണ്ടുവന്നതിന് താങ്ക്സ്. അതെന്റെ ഡ്യൂട്ടി അല്ലേ മാഡം? ഇത് നോക്കി ബാലേട്ടാ, എത്ര തവണയായി ട്രൈ ചെയ്യണു. നോ യൂസ്. മാഡം നമ്പറോ മറ്റോ മാറിപ്പോയോ? ഇല്ല ബാലേട്ടാ, അന്ന് കുമാരനിൽ വന്നപ്പോൾ ഡോക്ടറുടെ രവിയുടെ ഫോട്ടോയും ഇതിൽ നമ്പറും എഴുതി തന്നിരുന്നു. നമ്പർ കറക്റ്റാണ്. ആ ഫോട്ടോ തന്നെ രവീൻ്റെ ആണോ എന്ന് ആർക്കറിയാം? ഒന്ന് വാങ്ങി നോക്കിയാലോ? വേണ്ട.
എന്റെ നമ്പർ ഡോക്ടർ രവിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പുറപ്പെടുന്നതിന് മുന്നേ കുമാരങ്കൾ വിളിച്ചു പറഞ്ഞിരുന്നു. ഡോക്ടർ രവിക്കെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കാമായിരുന്നു. മാഡം എൻ്റെ ബോസിനെ കണ്ടിട്ടുണ്ട്. ഡോക്ടർ രവിയെ കണ്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല ബാലേട്ടാ, ഡോക്ടർ രവിയുടെ നിഴൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ശബ്ദവും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. മാഡം, ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു സസ്പെൻസ് മാറ്ററാണല്ലോ ഇത്. വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ജോലി ചെയ്യുന്ന മാധവൻ സാറിന്റെ മെഡിക്കൽ ഷോപ്പില് ഡോക്ടർ രവി വന്നപ്പോ എന്നെ കണ്ടുവെന്നും ഇഷ്ടപ്പെട്ടെന്നും കല്യാണം കഴിക്കുന്നെങ്കിൽ അവളെ മാത്രമേ കഴിക്കുള്ളൂ എന്നും മാധവൻ സാറിനോട് പറഞ്ഞതായിട്ട് സാർ എന്നോട് പറഞ്ഞു. മാധവൻ സാറ് ബോസിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ബോസ് മാഡത്തിനെ കാണാൻ വന്നതും സംസാരിച്ചതും അല്ലേ മാഡം? ഡോക്ടർ രവി MD എടുക്കാൻ വേണ്ടി UK പോകുന്നു പറയാനാണ് മെഡിക്കൽ ഷോപ്പിലേക്ക് വന്നത്. ദുബായിൽ ചെന്ന് ഡോക്ടർ രവി അദ്ദേഹത്തിന്റെ അച്ഛൻ കുമാരങ്കിളിനോട് പറഞ്ഞിട്ടാണ് UK പുറപ്പെട്ടതെന്നും പറഞ്ഞു. രവിയോട് കല്യാണക്കാര്യം പറഞ്ഞ അതൊന്നും ഇപ്പൊ സംസാരിക്കണ്ട, UK പോയി മടങ്ങി വന്നതിന് ശേഷം ആലോചിക്കാമെന്ന് പറഞ്ഞു നടന്നവനാണ്. നിന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടുവെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞ് മകനെ കണ്ട് കുമാരങ്കിൾ ഒരുപാട് സന്തോഷിച്ചുവെന്നും എന്നോട് പറഞ്ഞതല്ലേ. ബട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും വിളിച്ചതുമില്ല, എന്റെ കാര്യങ്ങളൊന്നും തന്നെ അന്വേഷിച്ചതുമില്ല. എന്തുപറ്റി? കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി മാഡം. പക്ഷേ ബോസ് എന്ത് പറഞ്ഞാണ് മാഡത്തിനെ ഇങ്ങോട്ടേക്ക് വിട്ടത്? ഇത് നല്ല കൂത്ത്. പുലരോളം രാമായണ കഥ കേട്ടിട്ട് പുലർന്നപ്പോ രാമൻ സീതയുടെ ആരാണെന്ന് ഒരുത്തൻ മറ്റവനോട് സംശയം ചോദിച്ചതുപോലെയുണ്ടല്ലോ ബാലേട്ടന്റെ ഈ ചോദ്യം. മനസ്സിലായില്ല മാഡം. എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ ബാലേട്ടൻ. ഒക്കെ മനസ്സിലായി മാഡം. പക്ഷേ ഡോക്ടർ രവിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനല്ല മാഡത്തെ ബോസ് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. വാട്ട് യു മീൻ? പിന്നെന്തിന്? ഐ മീൻ, ഞാൻ പറയാം. ആ നല്ല മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ബാലേട്ടന് എങ്ങനെ ധൈര്യം വന്നു? എവിടുന്ന് വന്നു? ഏയ്, എന്റെ ബോസ് നല്ല മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ആഗ്രഹങ്ങളും മോഹങ്ങളും ഏത് മനുഷ്യനെയും മാറ്റിക്കളയുന്നു. മാഡം ഇന്നലെ ഡിന്നർ കഴിച്ച് റൂം പോയപ്പോഴാണ് ബോസ് എന്നെ വിളിച്ച് ഈ കാര്യം പറഞ്ഞത്. ബാലേട്ടൻ ഈ വാക്കുകൾ എങ്ങനെ ഞാൻ വിശ്വസിക്കും? ഡു യു ഹാവ് എനി പ്രൂഫ്? ബോസിന്റെ വാക്കുകൾ തന്നെയാണ് പ്രൂഫ് ആൻഡ് വിറ്റ്നസ്. മാഡം ഇതൊന്ന് കേട്ടു നോക്കൂ. എടാ ബാല, ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ അച്ഛൻ വാസും അറിയരുത്. കല്യാണം ഇപ്പോൾ വേണ്ടച്ചാ. UK ചെന്ന് MD എടുത്ത് വന്ന ശേഷം ഇതിനെപ്പറ്റി ചിന്തിക്കാമെന്ന് പറഞ്ഞ എൻ്റെ മകൻ രവി ലണ്ടൻ പോകുന്ന കാര്യം തിരുവനന്തപുരത്ത് മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന എൻ്റെ സ്നേഹിതൻ മാധവനോട് പറയാൻ ചെന്നപ്പോൾ ഷോപ്പിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ഈ ശ്രീദേവിയെ കാണാൻ ഇടയായതും ഇഷ്ടപ്പെടുകയും കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ദുബായിലേക്ക് വിളിച്ച് എന്നോട് പറഞ്ഞു, എനിക്ക് സന്തോഷമായി. UK നിന്ന് വന്ന ശേഷം കല്യാണം നടത്താമെന്നും പറഞ്ഞാണ് അവൻ പോയത്. ഞാനും നാട്ടിൽ വന്ന് ദേവിയെ പറ്റി അന്വേഷിച്ച് അവളെയും കണ്ട് സംസാരിക്കുകയും ചെയ്തു. നല്ല പെണ്ണ് തന്നെ, രവിക്ക് ഏറ്റ പേര് തന്നെ. അതിനുശേഷം സിംഗപ്പൂരിലുള്ള എൻ്റെ സ്നേഹിതൻ ധനശേഖരൻ, അവൻ്റെ ഒരേ ഒരു മകളും സ്വർണ്ണലതാ ജ്വല്ലറി ഉടമയുമായ സ്വർണ്ണലതയെ രവിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാമെന്നും കോടിക്കണക്കിന് സ്വത്തുള്ള ആ സ്ഥാപനം രവിയുടെ പേരിൽ മാറ്റാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. സ്നേഹിതന്മാരായ ഈ കുമാറും ആ ധനശേഖരനും ബന്ധുക്കളാവുന്നതിൽ ദേവി ഒരു തടസ്സമാവുന്നു. ഞാൻ ചിന്തിച്ചു, പെട്ടെന്ന് തന്നെ പിന്നെയും തിരുവനന്തപുരം വന്ന് അവളെ കണ്ട് അവൾ വിശ്വസിക്കുന്ന പോലെ ചില നല്ല വാക്കുകൾ പറഞ്ഞാണ് കോട്ടയത്തേക്ക് പറഞ്ഞു വിട്ടത്. എടാ ബാല, നീ അവളെ തട്ടിക്കളയണം. ദാറ്റ് മീൻസ് കൊല്ലണം. ഞെട്ടിപ്പോയടാ ബാല. ഞങ്ങൾക്ക് കോടികൾ കിട്ടണമെങ്കിൽ അവൾ ഇല്ലാതാകണം. ഒരു എലിയെപ്പോലും കൊല്ലുവാൻ മനസ്സിലാത്ത നിന്നെയാണ് ഈ കാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഇതിന് നിനക്ക് ഞാൻ തരുന്ന സമ്മാനം വലിയതാണ്. അതിപ്പോൾ നിന്റെ അടുത്ത് തന്നെയാണുള്ളത്. അതെന്താണെന്നും എവിടെയാണുള്ളതെന്നും പിന്നെ പറയാം. പിന്നെ ദേവി ഒരു ചീത്ത പെണ്ണാണെന്നും സ്നേഹിച്ചവന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞ് ദേവിയെ വിശ്വസിപ്പിക്കാം. മാധവനോടും അങ്ങനെ പറയാൻ പറയാം. മാഡം, ഇപ്പം മനസ്സിലായില്ലേ? ക്രൂരൻ, ചതിയൻ, ക്രിമിനൽ, കൊലപ്പുള്ളി. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. വേണ്ട, എനിക്കിതൊന്നും കേൾക്കണ്ട. എനിക്കിതിന്റെ ആവശ്യമില്ല. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അന്ന് എന്നെ കാണാൻ വന്നപ്പോ തന്നെ തുറന്നു പറയായിരുന്നില്ലേ? ഞാൻ വഴിമാറി കൊടുക്കുമായിരുന്നില്ലേ? ഇതിനു വേണ്ടി ഒരു കൊലപാതകം, നാടകം, ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? ഈ നല്ല മനുഷ്യനായ ബാലേട്ടനെ കൊലപ്പുള്ളിയാക്കാൻ തീരുമാനിച്ചുവല്ലോ. ബോസിനെ മാഡം ബ്ലാക്ക് മെയിൽ ചെയ്താലോ എന്ന് ഭയന്ന് കാണും. ഒരു എലിയെ കൊല്ലാൻ പോലും ഭയക്കുന്ന എന്നോടാണ് ഈ കൊലപാതകം ചെയ്യാൻ ബോസ് പറഞ്ഞത്. എനിക്ക് ഈ കൊലപാതകത്തിന് കൊട്ടേഷൻ തന്നത് 20 ലക്ഷത്തിനാണ്. കിട്ടാൻ പോകുന്നത് കോടിക്കണക്കിനല്ലേ?
ബോസ് കീ കൊടുത്താൽ ആടുന്ന ഒരു പാവം പാവയല്ലേ ബാലേട്ടൻ. വേറെ ആരെങ്കിലും കൊണ്ടെങ്കിലും ചെയ്യിച്ചാ ചെയ്തവനും കുടുങ്ങും, ചെയ്യിച്ചവനും കുടുങ്ങും. ഇതൊന്നും അറിയാതെ ഞാൻ ബാലേട്ടനെ എന്നോട് പൊറുക്കണം ബാലേട്ട. സാരമില്ല മാഡം, പെട്ടെന്ന് കാര്യം കേട്ടാൽ ആർക്കും വരാവുന്ന ദേഷ്യമാണ് മാഡത്തിനും വന്നത്. ഞാൻ ഫുഡിൻ്റെ കാര്യം നോക്കട്ടെ മാഡം. ബാലേട്ടാ, അയ്യോ അയ്യോ ബാലേട്ട എന്തു പറ്റി? അയ്യോ, കത്തി, കിനാവ്, മാഡം എന്നെ കൊന്നു, മാഡം എന്നെ കൊന്നു. അയ്യോ, ഇത് നല്ല കഥ. ബാലേട്ടനെ എന്നെ കൊല്ലുന്നതിന് പകരം ഞാൻ ബാലേട്ടനെ കൊല്ലാനോ? പകൽക്കിനാവ്, അതൊന്നും സംഭവിക്കില്ല. ബാലേട്ടാ, അകത്ത് വരൂ. എന്താ ബാലേട്ട് വിശേഷിച്ച്? നല്ല വിശേഷം തന്നെ. ഫുഡ് എടുത്തു വെച്ചു, കാത്തിരുന്നു, മാഡം വന്നില്ല. ഫോൺ വിളിച്ചു, മാഡം എടുത്തില്ല. സോ അതാ ഞാൻ നേരിട്ട് വന്നത്. പട്ടിണിക്കിട്ട് കൊന്നൂന്ന് ആരെ കൊണ്ടും പറയിപ്പിക്കണ്ട. ഭക്ഷണം കഴിച്ചു വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്തായാലും ബാലേട്ടൻ എന്നെ കൊല്ലും. അതെ, ആ ഒരു പുണ്യകാര്യം ചെയ്യാനല്ലേ ഞാനും കാത്തിരിക്കുന്നത്. നന്ദിയുണ്ട് ബാലേട്ടാ. പക്ഷേ പക്ഷേ ജീവിക്കാൻ വേണ്ടിയല്ലേ ഫുഡൊക്കെ കഴിക്കുന്നത്? അതെ, ജീവൻ ഒടുക്കാൻ പോകുന്ന എനിക്കെന്തിനാ ബാലേട്ടാ ഇനി ഫുഡും മറ്റും? ഇതാണോ മാഡം ഇത്രയും സമയം ചിന്തിച്ചുകൊണ്ടേ നടന്നത്? അതെ, അല്ലെങ്കിൽ എന്നെ എവിടെ കണ്ടാലും കുമാരങ്ങൾ ആളെ വെച്ച് കൊല്ലിക്കും. അതെ, ആ ഒരു നല്ല കാര്യം ചെയ്തിട്ടേ ബോസ് അടങ്ങുള്ളൂ. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സോ മാഡത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സോ ഞാൻ തന്നെ എന്നെ കൊല്ലാൻ തീരുമാനിച്ചു. അതായത് ആത്മഹത്യ. ഗുഡ്. നമുക്ക് സ്വത്തില്ലാതിരിക്കാം, പക്ഷെ മാഡത്തിന് എന്നെക്കാളും നല്ല വിദ്യാഭ്യാസമുണ്ട്, ജനറൽ നോളജും ഉണ്ട്. പോരാത്തതിന് മെഡിക്കൽ ഷോപ്പിലെ എക്സ്പീരിയൻസ് നല്ല പോലെയുണ്ട്. അതിന് മാഡത്തെ ഞാനും കൊല്ലുകയില്ല, അവന്മാരെ കൊണ്ട് കൊല്ലാനും സമ്മതിപ്പിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ ബാലേട്ടൻ ഉദ്ദേശിക്കുന്നത്? അപ്ലൈ ചെയ്യണം. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ? പണം കിട്ടുന്ന എവിടത്തേക്കും. ഗൾഫിലൊക്കെ നല്ല ചാൻസ് കിട്ടും. അതിനുള്ള പ്രായം കഴിഞ്ഞതിന് ശേഷമോ? അതേപ്പറ്റി മാഡം ഒന്നും ചിന്തിക്കണ്ട, കൂടെ ഞാനുണ്ട്. എത്ര ചെലവായാലും കുഴപ്പമില്ല. പോരാത്തതിന് സ്വർണ്ണം ഉണ്ടല്ലോ, അല്ല ബാലേട്ടാ? അതിപ്പോ തൊടണ്ട. മാഡത്തിന്റെ അക്കൗണ്ട് ഏത് ബാങ്കിലാ? എന്റെ അക്കൗണ്ട് SBI. ഗുഡ്. അവിടെ നമുക്ക് ലോക്കറിൽ സേഫായി വെക്കാം. റേഷൻ വാങ്ങിക്കാൻ പോയ അച്ഛൻ വന്നു. മാഡം, ചായ. ബാലേട്ടനിരുന്ന് കഴിച്ചോളൂ. ഞാൻ പിന്നെ കഴിച്ചോളാം മാഡം. ശരി. അച്ഛൻ കഴിച്ചോ ബാലേട്ടാ? പെട്ടെന്ന് തന്നെ കഴിച്ച് ബാങ്കിലേക്ക് പോയി. ഇന്ന് എസ്റ്റേറ്റ് ജീവനക്കാർക്ക് കൂലി കൊടുക്കേണ്ട ദിവസാ. ഓ, ആഴ്ചക്കൂലല്ലേ ബാലേട്ടാ? അതെ മാഡം. ബാലേട്ടാ, എന്ത് പറ്റി മാഡം? എനിക്കെന്തോ തല ഇറങ്ങുന്ന പോലെ. മാഡം 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 എന്ത് പറ്റി മാഡം? ശ്വാസം പോയാ പോട്ടെ, സാരമില്ല. ഞാൻ വെച്ച വേഷം വർക്കൗട്ടായി. ഓപ്പറേഷൻ സക്സസ്. ബട്ട് പേഷ്യന്റ് ഔട്ട്. ഇന്ന് മുതൽ ഞാനൊരു ലക്ഷപ്രഭു. ഇത് പെട്ടെന്ന് തന്നെ ബോസിന് അയച്ചു കൊടുക്കട്ടെ. ഓക്കെ,
സെൻഡായി. ബോസ് കണ്ട ഹാപ്പിയാവും. എനിക്ക് പണം പാസ്സാക്കും. ഇനി ശവത്തിന് വേണ്ടി കുഴിയെടുക്കണമല്ലോ. എന്നെ കൊണ്ട് തനിച്ച് പറ്റുമോ? പറ്റണം, ട്രൈ ചെയ്യാം. ബാലേട്ടാ, ആരാ ഇത്? മാഡത്തിന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ. പോലെയല്ല ബാലേട്ടാ, മാഡം തന്നെയാ. ബാലേട്ടാ, ശവക്കുഴി എനിക്ക് വേണ്ടിയല്ലേ? വാ, ഞാനും സഹായിക്കാം. എവിടെയാ കുഴിയെടുക്കേണ്ടത്? ബോസ്, ബോസ്, ഗുഡ് മോർണിംഗ്. നീ അവളെ കൊന്നുവല്ലടാ ബാല. ബോസ്, എന്റെ മകൻ ഡോക്ടർ രവിയുടെ ഭാവി വധുവിനെ നീ കൊന്നുവല്ലടാ. നിന്നെ ഞാൻ... ബോസ്, ബോസ് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ മേഡത്തെ കൊന്നത്. എന്നിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ? എടാ മോനെ, ഭയന്നു പോയടാ. ഞാൻ പറഞ്ഞതുപോലെ നീ അവളെ വിഷം കൊടുത്ത് കൊന്നു. കൺഗ്രാചുലേഷൻസ് ബാല. എടാ ബാല, നിന്നെ ഞാൻ പറഞ്ഞതുപോലെ ലക്ഷപ്രഭുവാക്കും. നന്ദിയുണ്ട് ബോസ്. അവിടെ മുകളിലെ റൂമിന്റെയും അലമാരിയുടെയും കീ നിന്റെ കയ്യിലുണ്ടല്ലോ ബാല. അതെ ബോസ്. അലമാരിലുള്ള 20 ലക്ഷം രൂപയും നിനക്കുള്ളതാണ്. നീ അവളെ കൊന്നതിന്റെ കൂലിയാണെന്ന് കരുതണ്ട. പിന്നെ നീ എനിക്ക് എന്റെ മകനെ പോലെയാണ്. അതുകൊണ്ട് എന്റെ സ്വത്തിന്റെ ചെറിയൊരു പങ്ക് നിനക്ക് തന്നതായി കരുതിയാ മതി. ഓക്കെ ബോസ്. പിന്നെ അവൾ എന്റെ വാക്ക് വിശ്വസിക്കട്ടെ എന്ന് കരുതി അവളുടെ കയ്യിൽ 25 പവൻ സ്വർണം കൊടുത്തയച്ചിട്ടുണ്ട്. ആ കാര്യം ഇവൾ പറഞ്ഞിരുന്നു ബോസ്. ആ സ്വർണവും നിനക്കുള്ളതാണ് ബാല. ബോസ്, 20 ലക്ഷം രൂപയും 25 പവൻ സ്വർണവും, ഇതൊക്കെ എനിക്ക് സ്വപ്നം കാണുന്നതിലും അപ്പുറമാണ് ബോസ്. എടാ മോനെ, നീ പെട്ടെന്ന് തന്നെ ഒരു കല്യാണം കഴിക്കണം. അച്ഛനോട് പറഞ്ഞ് ഒരു പെണ്ണിനെ അന്വേഷിക്കാൻ പറയണം. ഞാൻ അച്ഛനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഒരു പെണ്ണിനെ അന്വേഷിക്കാൻ പറയാം ബോസ്. ഞാനും അച്ഛനെ വിളിച്ചു പറയാം. നിനക്ക് ഭാര്യയായി വരുന്ന പെണ്ണിന് ആ സ്വർണം ഇട്ടു കൊടുക്കാൻ. വരുന്ന പെണ്ണിന്റെ ഭാഗ്യം തന്നെ ബോസ്. ശരി ബോസ്, പെണ്ണിനെ നോക്കാൻ ഞാൻ അച്ഛനോട് പറയാം. പിന്നെ ഈ ശവത്തിനാ അടാ നായിയും പൂച്ചയൊക്കെ ചത്താല് നീ ബംഗ്ലാവിന്റെ ബാക്കിൽ കുഴിച്ചിടയില്ലേ, അവിടെ കുഴിച്ചിട്ടാ മതി. അത് തന്നെയാണ് ശരിയായ സ്ഥലം ബോസ്. പിന്നെ അവളില്ലാതെ പോകുന്ന കാരണം എന്റെ മകനെ കിട്ടാൻ പോകുന്നത് കോടികളാണ് ബാല, കോടികൾ. കോടികൾ എന്ന് വെച്ചാൽ പണമാണോ അതോ തുണിയാണോ ബോസ്? എന്താടാ ഇപ്പൊ നീ എന്നെ കളിയാക്കി പറയണോ? അല്ല ബോസ്, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാണ്. സോറി ബോസ്. അവൾ സ്നേഹിച്ചവന്റെ കൂടെ ഒളിച്ചോടി പോയത് ഞാൻ ഉണ്ടാക്കിയ നുണക്കതാ. അവൾ ഇല്ലാതായാൽ സത്യമാവില്ലേ ബാല? ശരിയാണ് ബോസ്. ഇവളെ ഒരു നോക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെന്നല്ലാതെ ഇവളെ പറ്റി ഒരു വിവരവും രവിക്ക് അറിയാത്ത സ്ഥിതിക്ക് ഈ കെട്ടുകഥ അവൻ വിശ്വസിച്ചു. കളവും ചതിവും ഒരു സമയത്ത് സത്യമാവും എന്നതിന് ഇതൊരു ഉദാഹരണമല്ലേ ബോസ്? സത്യം തന്നെയാണ് എപ്പോഴും ജയിക്കാറുള്ളതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ബോസ്. ഈ വാക്കൊക്കെ എനിക്കൊരു കെണിയാണെന്ന് തോന്നുന്നല്ലോ ബാല. അങ്ങനെയല്ല ബോസ്, ഞാനൊന്ന് പറഞ്ഞതേ. ശരി, പോയതൊക്കെ പോട്ടെ. അടുത്ത മാസം രവിക്കും സ്വർണലതക്കും വിവാഹമാണ് ദുബായിൽ വെച്ച്. നല്ല കാര്യം ബോസ്. നീയും അച്ഛനും ദുബായിൽ വന്ന് ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നുവെങ്കിൽ പറയൂ മോനെ, ഏർപ്പാടാക്കാം. അയ്യോ, അത് വേണ്ട ബോസ്. ചടങ്ങ് നല്ലതുപോലെ നടക്കട്ടെ. ഞാനും അച്ഛനും ഇതുവരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല. വിവാഹത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും നാട്ടിലേക്ക് വരുന്നുണ്ട്. രവിയുടെ ഭാര്യയെ അപ്പോൾ കാണാം. അത് തന്നെയാണ് ബോസ് നല്ലത്. എന്നാലും നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തോളൂ. എന്തെങ്കിലും ഒരു ദിവസം ദുബായി ഒക്കെ വന്ന് കാണാമല്ലോ. ഓക്കെ ബോസ്, അതുപോലെ ചെയ്യാം ബോസ്. ബോസ്, ബോസ്, ഹലോ. കുമാർ അങ്കിൾ പോലും കുമാർ യഥാർത്ഥ ഫ്രോഡാണ് അവൻ, ക്രിമിനൽ. മേഡം, അവനെ കൊന്നിട്ട് തന്നെ ബാക്കി കാര്യം. മേഡം, 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 മേഡം. ബാലറ്റിനെ വിട്. ബാലറ്റിനെ വിട്. അവനെ കൊല്ലാൻ ഞാനാരാ? എവിടെയാന്ന് കരുതിയാ ഞാൻ അവനെ തിരിഞ്ഞു പിടിക്കേണ്ടത്? ബാലട്ട, പ്ലീസ് എന്നെ പോകാൻ വിടൂ. ഞാൻ പറഞ്ഞ പോലെ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ എന്നെ... മേഡത്തെ ഞാൻ എവിടെ പോകാനും വിടില്ല, എന്ത് ചെയ്യാനും സമ്മതിക്കില്ല. അച്ഛാ, എങ്ങനെയുണ്ട്? എന്റെ കണ്ണിനെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ.
എന്താ അച്ഛാ? മഹാലക്ഷ്മിയും സരസ്വതിയും ഒന്നു ചേർന്ന പോലെയാണ് മോളെ ഈ വീട്ടിൽ വന്ന് കയറിയത്. ഇനിയുള്ള കാലം നല്ലത് തന്നെ നടക്കട്ടെ മോളെ. ദൈവം അനുഗ്രഹിക്കട്ടെ അച്ഛാ. എടാ മോനെ ബാല, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇനി പ്രായം കുറഞ്ഞു വരില്ല മോനെ. നമ്മുടെ ജന്മനാടായ കൊല്ലത്ത് ചെന്ന് നിനക്ക് യോജിച്ച ഒരു പെണ്ണിനെ തേടിപ്പിടിച്ച് കല്യാണക്കാരെ സംസാരിച്ചു വരട്ടെ മോനെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ മോനെ ബാല, ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് പ്രായം കൂടി വരുന്നെന്ന് കരുതി അച്ഛൻ വിഷമിക്കണ്ട. എനിക്ക് വേണ്ടി ദൈവം ഒരുത്തിയെ എവിടെയെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടാവും. എനിക്ക് സമയമാകുമ്പോൾ അവൾ താനെ എൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റി തരും. എന്നാണ് അവൻ പറഞ്ഞത് മോളെ. അവന്റെ വാക്കും വിശ്വാസവും ദൈവം കേട്ട് കാണും. അങ്ങനെ അവന് വേണ്ടി വന്നവളാണ് മോളെ നീ, അല്ലാതെ ഡോക്ടർ രവിക്ക് വേണ്ടി ഭാര്യയാവാൻ വന്നവളല്ല നീ. ഡിഗ്രി കഴിഞ്ഞ് ഡിപ്ലോമ ഹോൾഡർ ആയതിനു ശേഷം കോളേജ് മേറ്റായ ഗീത മുഖേന എനിക്ക് മെഡിക്കൽ സ്റ്റോറിൽ ജോലി കിട്ടി. പ്രായമായില്ലേ, വിവാഹം കഴിക്കേണ്ടെന്നൊക്കെ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ വിവാഹം കഴിഞ്ഞ് മക്കളുമുണ്ട്. അച്ഛനെയും അമ്മയെയും ഒരു ആക്സിഡന്റിൽ നഷ്ടപ്പെട്ട ശേഷം കല്യാണവും വേണ്ട പ്രാരാബ്ദവും വേണ്ട എന്ന് ഉറപ്പിച്ചിരുന്നവളാണ് ഈ ഞാൻ. പക്ഷേ കുമാരങ്ങൾ എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് സംസാരിച്ച വിധവും അദ്ദേഹത്തിന് നല്ല ഗുണങ്ങളും കണ്ടപ്പോൾ ഞാൻ ഉറച്ച തീരുമാനത്തിൽ നിന്നും ഞാൻ പിന്മാറി. അയാളുടെ വാക്കുകളൊക്കെ വെറും പഞ്ചാര വാക്കുകളാണെന്നും അയാൾ ചെയ്തു കൂട്ടിയതൊക്കെ വെറും നാടകങ്ങളാണെന്നും പിന്നെയല്ലേ അറിഞ്ഞത്. എല്ലാ കാര്യങ്ങളും ബാലൻ പിന്നീടാണ് എന്നോട് പറഞ്ഞത്. മുതലാളിയുടെ ഈ ചതികളൊക്കെ നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സമയം കുറയായി മോളെ, അവൻ കാത്തു നിൽക്കുന്നുണ്ടാവും. ശരി അച്ഛാ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാഡം, ആർ യു ഹാപ്പി നൗ? നോ. എന്താടാ ഇത്, പിന്നെ ഇവിടെ മനസ്സ് മാറിയോ? Don't call me madam. Now I'm your life partner. So you can call my name Devi or Sridevi. ഓക്കെ മാഡം. സോറി. ഓക്കെ ദേവി. അങ്ങനെ വഴിക്ക് വാ. ബാലേട്ടൻ ആദ്യമായിട്ട് എന്നെ ദേവി എന്ന് വിളിക്കുന്നല്ലേ? അല്ല. ഓ അതെ, ഞാൻ ആദ്യമായിട്ടാണ് ദേവി എന്ന് വിളിക്കുന്നത്. അതൊക്കെ പോട്ട് ബാലേട്ടാ. എനിക്ക് ഒരു സൈഡ് ഹാപ്പിനെസ് ആണെങ്കിലും മറു സൈഡ് ഭയമാവുന്നുണ്ട്. ഭയമോ? കാരണം? ബാലന്റെ ബോസ് അരങ്ങേറ്റിയ നാടകം ക്രിമിനൽ, ഡ്യൂപ്ലിക്കേറ്റ്, പുവർ. ബട്ട് നമ്മുടെ നാടകം പക്ക ഒറിജിനൽ അല്ലേ? ദേവി എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയാൾ ഇവിടെ വന്ന് നമ്മളെപ്പറ്റി അറിഞ്ഞ് പോലീസ്, കോർട്ട്, കേസ് ഇങ്ങനെയൊക്കെ പോയാലോ? ഫ്യൂച്ചറിൽ നമ്മുടെ ലൈഫ്. എൻ്റെ ബോസ് സോറി. ഇപ്പോൾ അയാൾ എൻ്റെ ബോസ് അല്ല, ഫ്യൂസ് പോയ ബൾബാണ്. ആ ബൾബ് എന്ത് മലക്കം പറഞ്ഞാലും തലകുത്തി നിന്നാലും എൻ്റെ അടുത്ത് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇനി അയാളുടെ പരിപ്പ് എൻ്റെ അടുത്ത് വേവൂല മോളെ. അത്രയ്ക്ക് ധൈര്യമാണോ ബാലേട്ടന്? കാരണം അയാളുടെ ആദ്യം മുതൽ ഇതുവരെയുള്ള എല്ലാ നീക്കങ്ങളും നടപടികളും വാക്കുകളും എല്ലാം എൻ്റെ മൊബൈലിൽ സേഫ് ആയിട്ടുണ്ട്. അയാളുടെ വാക്കുകൾ കുറച്ചൊക്കെ നീയും കേട്ടതല്ലേ? കുറച്ചല്ല, മുഴുവനും കേട്ടിട്ടുണ്ട്. അത് ബാലേട്ടാ. സോ അയാളിവിടെ വന്ന് പോലീസിനോട് വായി തുറന്നാൽ ഞാൻ എൻ്റെ ഫോണിൻ്റെ വായി തുറക്കും. ഇത് നല്ല പ്രയോജനമുള്ള കാര്യമാണല്ലോ ബാലേട്ടാ. എനിക്ക് പണ്ടേയുള്ള ശീലമാണ്. ഞാൻ ആരോട് അങ്ങോട്ട് സംസാരിക്കുന്നതും ഇങ്ങോട്ട് സംസാരിക്കുന്നതും എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും. അയാളൊരു ഭയങ്കര ക്രൂരൻ തന്നെയാ. ഞങ്ങൾക്കും അയാളുടെ മറ്റൊരു മുഖം ഇപ്പോഴാണ് മനസ്സിലായത്. എന്നാലും അയാൾ നമ്മൾ രണ്ടാൾക്കും വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, ഒരു അച്ഛനെ പോലെ. അതെന്താ നല്ല കാര്യം? നീ കാലുമാറാൻ കാരണം? കാലുമാറിയതല്ല, മകൾക്ക് 25 പവൻ സ്വർണവും മകളെ കെട്ടുന്നവന് 20 ലക്ഷം സ്ത്രീധനവും തന്നില്ലേ? എന്താ ബാലേട്ടാ, അത് ശരിയല്ലേ? ഓഹോ, നീ ആ റൂട്ടിലേക്കാണോ പോകുന്നത്? പിന്നെയും ഒരു പ്രധാന കാര്യമുണ്ട്. അതെന്താ പ്രധാന കാര്യം? ഒരു ജെന്റിൽമാനും സത്യസന്ധനുമായ ബാലേട്ടനെ എൻ്റെ ലൈഫ് പാർട്ട്ണറാക്കാനുള്ള റൂട്ട് കാണിച്ചു തന്നില്ലേ? ഓ അത് ശരി, മൈ ഡിയർ ബ്രില്യൻറ്റ് ബേബി. സോറി, മൈ ലൈഫ് പാർട്ട്ണർ. അതൊക്കെ വിട് ബാലേട്ടാ. നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ?
ഞാനും ചിന്തിച്ചതാണ്. 3 ഓട്ടോ വാങ്ങി, 1 ഞാൻ ഓടിക്കാം, 2 വാടക കൊടുക്കാം. ദേവിയുടെ അഭിപ്രായം എന്താ? പൊന്നും പണവും ഉള്ള സ്ഥിതിക്ക് 2-3 വർഷത്തേക്ക് ഒരു 5 ലക്ഷം രൂപ കൊടുത്ത് നമുക്കൊരു വീട് ലീസിനെടുക്കാം. യെസ്, ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ദെൻ ഒരു നല്ല ഏരിയ സെലക്ട് ചെയ്ത് ഒരു മെഡിക്കൽ ഷോപ്പ് ഓപ്പൺ ചെയ്താലോ? ദിസ് ഓൾസോ എ വണ്ടർഫുൾ ഐഡിയ. ഞാൻ കാഷ്യർ, നീ സെയിൽസ് ഗേൾ, സോറി സെയിൽസ് വുമൺ. ഇതൊക്കെ ഓക്കെ ബാലേട്ടാ, പക്ഷേ നമ്മുടെ അച്ഛനെക്കുറിച്ച് ചിന്തിച്ചോ? ഞാനും ചിന്തിച്ചു. അച്ഛൻ ഇവിടെ തന്നെ കഴിയട്ടെ. എവിടേക്ക് വിളിച്ചാലും അച്ഛൻ വരില്ല. ആ ഫ്യൂസായ ബൾബ് വന്ന് ബാലേട്ടനെ കുറിച്ച് അച്ഛനോട് അന്വേഷിച്ചാ എന്താ പറയാ? അവൻ ഏതൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് ഒളിച്ചോടിപ്പോയെന്ന് അച്ഛനോട് പറയാം. ഓക്കെ ഡൺ. പിന്നെ എനിക്ക് മനസ്സുവേദിക്കുന്ന കാര്യം കൂടിയുണ്ട്. പിന്നെയും എന്താ പറ്റിയ ദേവി? ഞാൻ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് ഫ്യൂസ് ബൾബ് പറഞ്ഞതിനേക്കാൾ ഈ ശവത്തിൻ്റെ നായും പൂച്ചയൊക്കെ ചത്താ കുഴിച്ചിടുന്ന കാട്ടിലൂർ കുഴിച്ചിടാൻ പറഞ്ഞില്ലേ, അതുതന്നെയാണ് ബാലേട്ടാ വിഷമം. അത് ചിന്തിച്ച് തല പുണ്ണാക്കണ്ട ദേവി. അങ്ങനെയുള്ള വാക്കുകൊണ്ടല്ലേ നമ്മൾ ഒന്നിച്ചത്. ബാലേട്ടനോട് എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അതെന്ത് കാര്യമാ ദേവി? ബാലേട്ടനെ എന്നെ ഇഷ്ടപ്പെടാൻ കാരണം? ഞാൻ ചിന്തിച്ചപ്പോൾ നിന്റെ അടുത്ത് ഒരു കുറ്റവുമില്ല. ആ ഫ്യൂസായ ബൾബാണ് എല്ലാത്തിനും കാരണമെന്ന് എനിക്ക് മനസ്സിലായി.